അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാരെ, കെ മാളിയേക്കൽ മർഹൂം ബാപ്പുട്ടി തങ്ങളുടെ ഉറൂസ് ഡിസംബർ 5, 6 തീയതികളിൽ നടക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ ഉറൂസ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ദുആ മജ്ലിസുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് നേരത്തെ സയ്യിദ് വാപ്പുത്തങ്ങൾ ഉപ്പാപ്പ ഉണർത്തിയതനുസരിച്ച് ധാരാളം ആളുകൾ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്ർ മുൻനിർത്തിക്കൊണ്ട് വന്യരായ സയ്യിദ് മുസ്തഫ തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരികയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലും സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ദുആയും ദിക്ർ ചൊല്ലിക്കൊണ്ടുള്ള ദുആ ഉണ്ടായിരിക്കും. നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ഉറൂസ് നടക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി എന്ന് ദിക്ർ ചൊല്ലി പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ ദുആ നടക്കുമ്പോൾ അത് നമ്മളൊരു അവസരമായി കണ്ട് അതിലൊക്കെ നമ്മളാൽ കഴിയുന്നൊരു പങ്കാളിത്തം അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടി, നസീഹത്ത് നൽകുന്നതിന് വേണ്ടി വന്ദരായ മുസ്തഫ തങ്ങളെ വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സർഫ മിന സ്വലാത്തിഹി ഇസ്തിഗ്ഫറ സലാസൻ അൻ യഖൂലു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ, ഉമ്മപങ്ങന്മാർ, മറ്റു സാദാത്യങ്ങൾ, അത് വീക്ഷിക്കുന്ന സുഹൃത്തുക്കൾ, മറ്റു സഹോദരീ സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, ഞാൻ സുദീർഘമായി പരത്തി പറയുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഇസ്തിഗ്ഫാർ ചൊല്ലി തീർത്ത മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും വള്ളുവങ്ങാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങൾക്കും നാം ഈ പരിപാടി ഉണ്ടാക്കാൻ കാരണക്കാരനായ ബഹുമാനപ്പെട്ട സയ്യിദ് വാപ്പുട്ടിത്തങ്ങൾക്കും സയ്യിദന്മാർക്കും അതിന് നമ്മിൽ മരണപ്പെട്ടു പോയവർക്കും എൻ്റെ ഏക അമ്മായി ആയിഷ ബീവിയും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാനുകളാപ്പയും ഇവരിലേക്ക് ദുആ ചെയ്യുക എന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട വാപ്പുട്ടിത്തങ്ങളുടെ 21ാമത്തെ ഉറൂസാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വളരെ വിപുലമായി എല്ലാ വർഷവും നടത്താറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അനുകൂലമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി കാരണം ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്തൊരു പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും നാട്ടുകാരെയും മറ്റുള്ളവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ 101 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ബഹുമാനപ്പെട്ടവർ എന്നെ അറിയിച്ചു, വാപ്പുത്തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, ദീർഘ ആയുസ് നൽകട്ടെ.
എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാവർക്കും ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വാബുത്തങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഉമ്മാക്ക് ഖൈറും ബർക്കത്തും ആയുസ്സും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ. പ്രിയമുള്ളവരെ, വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും 100 പ്രാവശ്യം ചൊല്ലി എന്ന് ഹദീസിൽ കാണാം. അതൊക്കെ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും പൊറുപ്പിക്കാനും പല ഭൗതികവും പാരത്രികവും നേട്ടങ്ങൾക്ക് ഒക്കെ പരിഹാരമായിട്ട് ഖുർആൻ നിർദ്ദേശിച്ച ഒന്നാണല്ലോ. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സാധാരണ നിസ്കാരത്തിന് ശേഷം ഫിഖിൻ്റെ കിതാബിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഫിഖിൻ്റെ കിതാബിൽ കാണുന്നു. ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും സാധാരണ മജ്ലിസിലും മറ്റും ഒക്കെ പങ്കെടുക്കുമ്പോൾ ചൊല്ലാറുണ്ട്. നാം വേഗത കൊണ്ട് അത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അത് ചൊല്ലുമ്പോൾ കൃത്യമായി ശരിയാക്കി ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്തഗ്ഫിറു അല്ലാഹ അൽ അലീം. അല്ലാഹു നമുക്ക് പുറത്ത് തരട്ടെ. ആമീൻ എന്നതാണ് ശരിക്കും നാം ചൊല്ലേണ്ടത്. സയ്യിദ് വാപ്പുട്ടിത്തങ്ങൾ എൻ്റെ മുത്താപ്പാൻ്റെ ഉറൂസിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഈ മൊബൈലിൽ വിടുന്ന ലിങ്ക് എല്ലാവരും കാണണം. അതിലുള്ള ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തും. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇനി ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയവർക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ദോഷങ്ങൾ പുറത്തു തരട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇലാ ഹളറത്തി റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ റൂഹി മൻ നബീനാഹു ഖാസ്സ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നുസീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തല്ലാഹ്. اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد
اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما حللناه. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية مقبلة منا إلى حضرة روح نبينا محمد صلى الله عليه وسلم. اللهم إلى أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم إلى أرواح أصحابه البدريين والأحديين والخندقيين والخيبريين وسائر الصحابة والقرابة كلهم أجمعين. اللهم إلى روح شيخنا قطب الأقطاب وصلال محي الدين عبد القادر الجيلاني قدس الله سره العزيز. اللهم إلى روح أحمد الكبير رفاعي قدس الله سره العزيز. اللهم إلى روح سيم ولي الله المدعور قدس الله سره العزيز. اللهم إلى روح سيد علي بن منفرمي قدس الله سره العزيز. اللهم إلى حضرات أخي الخير كلهم أجمعين. اللهم إلى روح خواجة معين الدين جست الأجميري قدس الله سره العزيز. اللهم إلى حضرات أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم يا رب العالمين. اللهم انفعنا ببركاتهم في الدارين. اللهم إلى روح من نبيناهم وقصدناهم يا رب العالمين خصوصا وإلى روح من نبيناه بهذا يا رب العالمين. اللهم إلى أرواح من مات منا من المؤمنين والمؤمنات. اللهم إلى أرواح من دفنوا في هذه القرية من أهل بيت رسول الله صلى الله عليه وسلم. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم وبكرمهم سلمنا واغلنا من آفات الدنيا والآخرة. اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم ادفع عنا الوباء والبلاء والمين والفتن ما ظهر منها وما بطن عن بلدان هذا خاصة وعن بلدان جميع المسلمين مع القرآن ما إنك على كل شيء قدير. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من نفر النيران. اللهم اجعل ثواب قراءتنا وبركة دعائنا واستغفارنا فداء لنا وله ولهم من النار. اللهم اجعل ثواب ذلك بكاك لنا ولهم من عذاب القبر. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما فلا تجعل فينا ولا منا ولا معنا ثقيا ولا مطرودا ولا محروما. റഹ്മാൻ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഈ ചൊല്ലിയതായിരിക്കുന്ന ഈ ഖുർആനുകളും ഈ മൗലിദുകളും അല്ലാഹുവേ ഇസ്തിഗ്ഫാറിൻ്റെ ദിവസമായി ഇന്ന് ചൊല്ലിയതായിരിക്കുന്ന ഇസ്തിഗ്ഫാറുകളും അത് കാരണന്മാർ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരി സഹോദരന്മാർ, ഭാര്യ സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞവർ, മുസ്ലിം സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും നീ പുറത്ത് കൊടുക്കണം റഹ്മാനെ. ഭാവിയിൽ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹുവേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും തൃപ്തികരമായ സിയാറത്തും ചെയ്യാൻ ആവതാക്കണം റഹ്മാനെ. സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്ന ഹാജിമാരിൽ ഞങ്ങളെയും പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ദുആകൾ ഉത്തരം കിട്ടുന്നതാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ അമലുകളിൽ വരുന്ന പോരായ്മകൾ പരിഹരിച്ചു തരണം റഹ്മാനെ. സ്വാലിഹീങ്ങളുടെ അമലുകളുടെ കൂടെ ഞങ്ങളുടെ അമലുകളും സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ തിരുനബി തങ്ങളുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീബി റളിയല്ലാഹു അൻഹ, മറ്റെല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സുഹദാക്കൾ എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ.
സ്വർഗത്തിൻ്റെ ആളുകളാക്കണം റഹ്മാനെ. നരകത്തിൽ നിന്ന് കാക്കണം റഹ്മാനെ. ഈമാനും തഖ്വയും ഏറ്റി തരണം റഹ്മാനെ. മനസ്സ് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളും ദുർചിന്തകളും മാറ്റിത്തരണം റഹ്മാനെ. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തണം റഹ്മാനെ. ഈമാനിൻ്റെ പ്രകാശവും നിൻ്റെ മഗ്ഫിറത്തും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിച്ചു തരണം റഹ്മാനെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഈമാൻ ചോർന്നു പോകുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും മേൽ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും കാക്കണം റബ്ബേ. ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിർത്തണം റഹ്മാനെ. ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് കാക്കണം റഹ്മാനെ. അവരുടെ ഷർറിൽ കൂടുക്കല്ലേ റഹ്മാനെ. വഴി പിഴച്ച് പോകുന്ന ഗതികേട് നൽകല്ല റഹ്മാനെ. പിഴച്ച പാർട്ടികളുടെ ഇടങ്ങേറിൽ നിന്ന് ഞങ്ങളെയും നാടിനെയും യുവാക്കളെയും മുഴുവൻ മുസ്ലിങ്ങളെയും നീ കാക്കണം റഹ്മാനെ. ശത്രുക്കളുടെ ഷർറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും ദീനീ സ്ഥാപനങ്ങളെയും നീ കാക്കണം അല്ലാ. സുന്നത്ത് ജമാഅത്തിനെയും അതിൻ്റെ നേതാക്കളെയും ആലിമീങ്ങളെയും നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. അഭിവൃദ്ധിപ്പെടുത്തണം അല്ലാ. പുരോഗതി നൽകണം അല്ലാ. പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ പരാജയം കണ്ട് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ അവസരം നൽകല്ല റബ്ബേ. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ നീ ഛിന്ന ഭിന്നമാക്കണം റഹ്മാനെ. അവരുടെ സംഘടിത ശക്തി നീ ക്ഷയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മേൽ പറഞ്ഞവർക്ക് നീ അധികാരം നൽകല്ല അല്ലാ. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും ചതിയന്മാരുടെ ചതിയിൽ നിന്നും കണ്ണേറിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും ഏഷണികരുടെ ഏഷണിയിൽ നിന്നും മോഷ്ടാക്കളുടെയും തമ്മാടികളുടെയും വർഗീയവാദികളുടെയും ഷർറുകളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും സ്ഥാപനങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാ. ഞങ്ങൾക്ക് നേരെ സീറ് ചെയ്യുന്നവരിലേക്ക് തന്നെ അതിനെ നീ തിരിച്ചുവിടണം അല്ലാ. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷിക്കണം അല്ലാ. ഞങ്ങളെ കൊടുക്കാൻ കെണിവലകൾ ഒരുക്കുന്നവരുണ്ടെങ്കിൽ അവരെ തന്നെ അതിൽ നീ കുടുക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ നാടുകളിൽ പള്ളി ദർസുകളുണ്ട് അല്ലാ. ആ പള്ളി ദർസുകളും മദ്രസകളും ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണം അല്ലാ. മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹുവേ ഇൽമു പഠിക്കുവാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. അർഹമുർ റഹീമാനായ അല്ലാ. അൽ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ അല്ലാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം നീ പൂർത്തീകരിച്ചു തരണം അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, ദുആ വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണം റഹ്മാനെ. സകല പ്രശ്നങ്ങളും പരിഹരിച്ചു തരണം അല്ലാ. ശാരീരികവും മാനസികവുമായ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും വളരെ പെട്ടെന്ന് പരിഹാരം കാണിച്ചു തരണം അല്ലാ. നിന്റെ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നാഥാ. ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. രോഗശയ്യയിൽ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നീ പൂർണ്ണ ആരോഗ്യം നൽകണം അല്ലാ. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്ക് ശിഫ നൽകണം അല്ലാ. കോവിഡ് ബാധിച്ച് പ്രയാസപ്പെടുന്ന പോസിറ്റീവായി കിടക്കുന്നവരുണ്ട് അല്ലാ. അവരൊക്കെ വളരെ പെട്ടെന്ന് നെഗറ്റീവാക്കണം അല്ലാ. അപകടം പറ്റിക്കിടക്കുന്ന സഹോദരി സഹോദരന്മാർക്കും പെട്ടെന്ന് സുഖം നൽകണേ അല്ലാ. മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം അല്ലാ. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് മുതലായ മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നൽകരുതേ അല്ലാ. ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും കാക്കണം അല്ലാ. കാലവിപത്തുകളിൽ
പെടുത്തല്ല അല്ലാ. വാഹനാപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാക്കണം അല്ലാ. വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവരും സഞ്ചരിക്കുന്നവരുമായ ഞങ്ങളെ എല്ലാം നീ യാതൊരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ കാവൽ നൽകണമല്ല. എല്ലാ ഫിത്നകളിൽ നിന്നും ഫസാദിൽ നിന്നും ഞങ്ങളെ എല്ലാം നീ സലാമത്താക്കണം അല്ലാ. പരസ്പര സ്നേഹവും ഐക്യവും ഞങ്ങൾക്കിടയിൽ നീ നിലനിർത്തി തരണം അല്ലാ. എല്ലാവിധ അനൈക്യത്തെ തൊട്ടും ചിത്രതയെ തൊട്ടും കാക്കണം അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും നീ ഐക്യം പ്രദാനം ചെയ്യണം അല്ലാ. സന്തോഷപ്രദമായ കുടുംബജീവിതം നൽകണം അല്ലാ. സ്നേഹസമൃദ്ധമായ ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യണം അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിരിപൂർണ സ്നേഹവും ഐക്യവും വിട്ടുവീഴ്ച മനസ്ഥിതിയും നൽകണം അല്ലാ. കുടുംബ കലഹത്തെ തൊട്ട് ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കണം അല്ലാ. ഇസ്ലാമികമായ സംസ്കാരവും ആദർശവും ചുറ്റുപാടും ഞങ്ങളെ കുടുംബങ്ങളിൽ നീ നിലനിർത്തണം അല്ലാ. ഞങ്ങളുടെ യുവാക്കളെ നീ ദീനിൻ്റെ യുവാക്കളാക്കണം അല്ലാ. സഹോദരിമാരെയും പെൺമക്കളെയും ഭാര്യമാരെയും സ്വാലിഹത്തുകളിൽ പെടുത്തണം അല്ലാ. ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാർക്ക് നീ സമാധാനം നൽകണം അല്ലാ. ദുസ്വഭാവികളായ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണം അല്ലാ. ഞങ്ങളെ പറ്റി അപവാദം പറയുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും നീ നല്ല ബുദ്ധി നൽകണം അല്ലാ. അല്ലാത്ത പക്ഷം അവരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സൽസ്വഭാവികളായ മക്കളെ നൽകണം അല്ലാ. ദുനിയാവിലും പരലോകത്തും ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന മക്കളെ തരണം അല്ലാ. ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന മക്കളെ നൽകല്ല അല്ലാ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും സന്താനങ്ങളെ നീ കാക്കണം അല്ലാ. ഞങ്ങളും കുടുംബത്തിലും സമുദായത്തിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി സന്താനങ്ങളെ നീ മാറ്റണം അല്ലാ. ധാർമ്മിക ബോധമുള്ളവരാക്കണം അല്ലാ. അവരുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണം അല്ലാ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണം അല്ലാ. ഇഹത്തിലും പരത്തിലും ഉപരിക്കുന്ന അറിവുകൾ ധാരാളം നൽകണം അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തവരുണ്ടാകും അല്ലാ. അവരുടെ അറബികൾക്ക് അവരുടെ മുതലാളിമാർക്ക് നല്ല മനസ്സ് നൽകണം അല്ലാ. ഹലാലായ സമ്പാദ്യം കൊണ്ട് കുടുംബം പുലർത്താൻ നീ അവരെ സഹായിക്കണം അല്ലാ. വീടില്ലാത്തവർക്ക് യോജിച്ച വീട് നൽകണം അല്ലാ. വീടിൻ്റെ പണി തുടങ്ങിയവർക്ക് വേഗം പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും മക്കളെ പരിപാലിക്കുകയും വീടും സമ്പത്തും അവരുടെ ശരീരവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. അവരുടെ മനസ്സിൽ സന്തോഷം നൽകണം അല്ലാ. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണം അല്ലാ. ഉദ്ദേശിക്കുന്ന സമയത്ത് നാട്ടിലെത്തി സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ മുഅല്ലിമീങ്ങളെ ഞങ്ങൾക്ക് നീ സുഹൃത്തുക്കളാക്കി തരണം അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും നീ കാക്കണം അല്ലാ. കൊഴഞ്ഞു വീണ് മരിക്കുന്ന ഗതികേട് നൽകല്ല അല്ലാ. ഞങ്ങളുടെ ബാധ്യതകളെല്ലാം മരണത്തിന് മുമ്പ് നിറവേറ്റാനുള്ള മാർഗം എളുപ്പമാക്കി തരണം അല്ലാ. ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരണം റഹ്മാനെ. കടത്തോടു കൂടി ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കരുത് റഹ്മാനെ. സാമ്പത്തിക പരാധീനത കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തിക ഭദ്രത നൽകണം അല്ലാ. കുഫ്രിയത്തിലെത്തിക്കുന്ന ദാരിദ്ര്യം നൽകല്ല അല്ലാ. നിന്നെ മറന്നു പോകുന്ന ഐശ്വര്യവും നൽകല്ല അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കെല്ലാം നീ ദീർഘായുസ് നൽകണം അല്ലാ. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണം അല്ലാ. അതിനുള്ള ആരോഗ്യവും സന്മനസ്സും നൽകണം അല്ലാ.
വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണം അല്ലാ. അവരെ കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തിക മാർഗം എളുപ്പമാക്കി തരണം അല്ലാ. ഞങ്ങൾ കെട്ടിച്ചയച്ച മക്കൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ സുഖജീവിതം നൽകണം അല്ലാ. വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ റാഹത്താക്കി കൊടുക്കണം അല്ലാ. ഗർഭിണികളായ ഭാര്യമാർക്കും മക്കൾക്കും മരുമക്കൾക്കെല്ലാം സുഖപ്രസവം നൽകണം അല്ലാ. യാതൊരു അപകടത്തിലും പ്രയാസത്തിലും പെടാതെ സ്വാലിഹായ മക്കളെ പ്രസവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന അവസ്ഥ നൽകല്ല അല്ലാ. കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് നീ നൽകിയ ജോലിയിലും സമ്പത്തിലും സന്താനങ്ങളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലും കുടുംബത്തിലും വീട്ടിലും വാഹനത്തിലും മറ്റ് എല്ലാ അനുഗ്രഹത്തിലും ഖൈറും ബറക്കത്തും ഏറ്റിത്തരണം അല്ലാ. റഹ്മത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം അല്ലാ. ഞങ്ങളെ നീ കൈവടിയല്ല അല്ലാ. നീ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിന്നിലേക്ക് മാത്രമാണ് ഞങ്ങൾ അഭയം തേടുന്നത്. നീ ഞങ്ങളെ ആട്ടിയോടിക്കല്ല അല്ലാ. നീ കൈവടിഞ്ഞാൽ ഞങ്ങൾക്ക് അഭയം തരാൻ മറ്റാരുമില്ല അല്ലാ. ഈ സാധുവായ ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. വളരെ റാഹത്തോടെ അമലുകൾ പൂർത്തിയാക്കാൻ തൗഫീഖ് തരണം അല്ലാ. ദീർഘകാലം നിന്റെ ഇബാദത്തിലായി അഭിമാനത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. അഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥ നൽകല്ല അല്ലാ. ഈമാനും തഖ്വയും ആഫിയത്തും ഇസ്സത്തും നിലനിർത്തണം അല്ലാ. അവസാനം ഞങ്ങൾ മരിക്കുമ്പോൾ പൂർണ്ണ ഈമാൻ നൽകി അനുഗ്രഹിക്കണം അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഉച്ചത്തിൽ കലിമ ചൊല്ലി സ്വർഗത്തിൽ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ മരണം നൽകണം അല്ലാ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും കാക്കണം അല്ലാ. ഖബറിനകത്ത് ഞങ്ങളെ ഇടുക്കിക്കളയല്ല അല്ലാ. ഖബറിൽ മുങ്കറിൻ്റെ നക്കീറിൻ്റെ ചോദ്യങ്ങൾക്ക് നിർഭയം ഉത്തരം പറയാൻ തൗഫീഖ് തരണം അല്ലാ. നന്മ തിന്മകൾ എഴുതപ്പെട്ട ഏടുകൾ നൽകപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ വലത്തെ കയ്യിൽ നൽകണം അല്ലാ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം അല്ലാ. സുറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ തുണക്കണം അല്ലാ. എല്ലാവരും ബേജാറാവുന്ന മഹ്ശറയിലെ കഠിനമായ ചൂടിൽ നിന്നും അർശിൻ്റെ തണൽ കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണം അല്ലാ. ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയും എല്ലാവരെയും കുടുംബത്തെയും പെടുത്തണം അല്ലാ. അവിടുന്ന് മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരെയും കുടിപ്പിക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബങ്ങൾ, ദുആ വസിയത്ത് ചെയ്തവർ മുതലായ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. വല്ല ശിക്ഷയും അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ നീ ഈ ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ നീ അവർക്ക് മോചനം നൽകണം അല്ലാ. ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഈ ഉറൂസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ മോചനം നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രവാസികളുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്ന പാവങ്ങൾ. അല്ലാഹുവേ, അവർക്ക് ഹൈറും ബർക്കത്തും മനസ്സിന് ശാന്തിയും സമാധാനവും നൽകണം അല്ലാ. അവർക്ക് അവരുടെ വീടുകളിലൊക്കെ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം അല്ലാ. അവർക്ക് കിട്ടുന്ന പൈസയിൽ നീ ഹൈറും ബർക്കത്തും നൽകണം അല്ലാ. ഞങ്ങളെയും മേൽപ്പറഞ്ഞ അവരെയും ഞങ്ങൾ എണ്ണി പറഞ്ഞപ്പെട്ടവരെയും നിന്റെ ഹബീബായ നബി തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. നിന്റെ മുഖറബായ ദാത്ത് കണ്ട് നിർവൃതി അടയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ.
سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.